സൂം ഡെസ്റ്റിനി ചാനലിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഏട് സൃഷ്ടിച്ച ശേഷം സാൻ ഫെർണാണ്ടോ മടങ്ങുകയാണ് കൊളംബോയിലേക്ക്. അവിടെ നിന്നും യൂറോപ്പിലേക്ക് എന്നാണ് അറിഞ്ഞത്. പുതിയ തുറമുഖത്ത് ചരക്കിറക്കാൻ അല്പം വൈകി. ട്രയൽ റൺ അല്ലേ, എല്ലാം ഒന്ന് സെറ്റായി വരാൻ മാസങ്ങളെടുക്കും. പുതിയ ക്രെയിനുകളൊക്കെ ജീവനക്കാർക്ക് യൂസ്ഡായി വരാൻ സമയമെടുക്കും. ഇവയൊക്കെ പ്രവർത്തിപ്പിച്ച് പ്രാക്ടീസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും റിയൽ ഇവൻ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ സാൻ ഫെർണാണ്ടോ കൊളംബോയിലേക്ക് പോകുന്നതിൻ്റെയും മാരിൻ അസൂർ തുറമുഖത്തേക്ക് വരുന്നതിൻ്റെയും പിന്നെ ഷിപ്പിംഗ് റൂട്ടിൽ കൂടി മുംബൈയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് പോകുന്ന ഒരു കപ്പലിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ സൂം ചെയ്തെടുത്തതിൻ്റെയും പിന്നെ ഇവിടെയുള്ള ചില മനോഹരമായ ദൃശ്യങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ എല്ലാവരും ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. സാൻ ഫെർണാണ്ടോ പുള്ളിമുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു. മാരിൻ അസൂർ തുറമുഖത്തേക്ക് പ്രവേശിക്കാനായി 13/7/2024 രാത്രി മുതൽ പുറംകടലിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഫേസ് 1 ബെർത്തിൻ്റെ നീളമായ 800 മീറ്ററിൽ 400 മീറ്ററേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ. ബാക്കി ഉടനെ പ്രവർത്തനക്ഷമമാകും. മാരിൻ അസൂർ പുറംകടലിൽ വെയിറ്റ് ചെയ്യുന്നു. നല്ല ദൃശ്യം, 2 കപ്പലും ഒരു ഫ്രെയിമിൽ. ആയിരത്തി 930 കണ്ടെയ്നറുകൾ ഇറക്കിയിട്ടാണ് സാൻ ഫെർണാണ്ടോ പോകുന്നത്. കണ്ടെയ്നർ ഇറക്കിയതിൻ്റെ പല കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 1300 തൊട്ട് 1950 വരെയുള്ള കണക്കുകൾ. സാൻ ഫെർണാണ്ടോ കപ്പൽ ചാലിന് പുറത്തെത്തി. വലത്തേക്ക് തിരിയുകയാണ്. കടൽ പ്രക്ഷുബ്ധമാണ്. മഴയും വരുന്നുണ്ട്. ഏത് സമയത്ത് വേണോ മഴ ആരംഭിക്കാം. എങ്കിൽ അപ്പോൾ തന്നെ ഷൂട്ടിംഗ് നിർത്തേണ്ടി വരും. കപ്പൽ തിരിയുന്ന സമയം പോലും ആടി ഉലയുകയാണ്. കപ്പൽ തിരിയുന്നത് കാണാൻ നല്ല രസമാണ്. മഴ തുടങ്ങി. ഷൂട്ടിംഗ് നിർത്തുകയാണ്. സാൻ ഫെർണാണ്ടോ മറഞ്ഞ ഉടനെ തന്നെ മാരിൻ അസൂർ തുറമുഖത്തേക്ക് വരാൻ തുടങ്ങി. കാറിനുള്ളിലിരുന്നാണ് ഷൂട്ടിംഗ്. നല്ല മഴയാണ്. മാരിൻ അസൂറിന് മുമ്പ് വന്ന കപ്പലുകൾക്കെല്ലാം ഒരു കാവ്യ പോലത്തെ നിറമായിരുന്നു. മാരിൻ അസൂറിന് കറുപ്പ് നിറമാണ്. ഇഞ്ഞത്തേക്ക് വരുന്ന രണ്ടാമത്തെ കപ്പൽ ഫീഡർ ഷിപ്പാണ്. കണ്ടെയ്നറുകളൊന്നും ഇവിടെ ഇറക്കുന്നില്ല. അതുകൊണ്ട് കപ്പലിൽ എത്ര കണ്ടെയ്നേഴ്സ് ഉണ്ട് എന്ന് കണക്കൊന്നും അറിയില്ല.
കപ്പൽ ചാലിനുള്ളിലേക്ക് മാരിൻ അസൂർ പ്രവേശിക്കുകയാണ്. മഴയായതുകൊണ്ട് നല്ല വ്യക്തമല്ല. ചാലിനുള്ളിലേക്ക് തിരിയുന്നു. സാൻ ഫെർണാണ്ടോ പോകുന്നതിൻ്റെയും മാരിൻ അസൂർ വരുന്നതിൻ്റെയും വിശദമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിലുണ്ട്. ഇന്നത്തേക്ക് വിഴിഞ്ഞത്തെ മറ്റു ചില അടിപൊളിയും ഭംഗിയുമുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ സാൻ ഫെർണാണ്ടോയെയും മാരിൻ അസൂറിനെയും കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇറക്കി തുറമുഖത്തെ യാർഡിൽ സ്റ്റാക്കപ്പ് ചെയ്തിരിക്കുന്ന കണ്ടെയ്നറുകൾ. ഞാൻ കരുതിയത് ട്രയൽ റൺ ആയത് കാരണം കുറച്ച് കണ്ടെയ്നേഴ്സ് ഇറക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ധാരാളം കണ്ടെയ്നേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമായതിനാൽ പൊതുജനങ്ങൾക്ക് പോർട്ടിൽ പ്രവേശനം ഉണ്ട് എന്നറിഞ്ഞു. പക്ഷേ ട്രയൽ റൺ ഉദ്ഘാടനം നടക്കുന്ന പന്തലിൽ നിന്ന് മാത്രമേ പോർട്ടിലെ ക്രെയിനുകളും കപ്പലുകളും മറ്റും കാണാൻ കഴിയുകയുള്ളൂ. ക്രെയിനുകളുടെയും കപ്പലിൻ്റെയും സമീപത്തേക്ക് കടത്തിവിട്ടില്ല. ലോഡിങ്ങിനും അൺലോഡിങ്ങിനുമുള്ള കസ്റ്റംസ് ക്ലിയറൻസ് തുറമുഖത്തിന് കിട്ടിയല്ലോ. അതുകൊണ്ട് ഇനി പൊതുജനങ്ങൾക്ക് തുറമുഖത്ത് പ്രവേശനം പരിമിതമാണ്. സാൻ ഫെർണാണ്ടോയിലിരിക്കുന്ന കണ്ടെയ്നറുകൾ തുറമുഖത്ത് കയറിയപ്പോൾ ഗേറ്റിൽ വെച്ച് തന്നെ ബാഗും ക്യാമറയും ക്ലോക്ക് റൂമിൽ വയ്ക്കേണ്ടി വന്നു. വീഡിയോയോ ഫോട്ടോയോ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ല. മൊബൈലിൽ പോലും ഒരു ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു. പോർട്ടും പരിസരവും ക്യാമറ നിരീക്ഷണത്തിലാണ്. കോസ്റ്റ് ഗാർഡ് അവരുടെ ഡ്യൂട്ടിയിലേക്ക്. ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് പുറംകടലിലേക്ക് പോകുന്നതായിരിക്കും. രാജ്യത്തിൻ്റെ മാത്രമല്ല, കടൽക്ഷോഭ സമയത്ത് അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെയും രക്ഷകർ കോസ്റ്റ് ഗാർഡ് തന്നെയാണ്. സാൻ ഫെർണാണ്ടോ 12-ാം തീയതി ട്രയൽ റൺ ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ കണ്ടെയ്നറുകൾ സമയത്ത് ഇറക്കി കഴിഞ്ഞിരുന്നില്ല. സാൻ ഫെർണാണ്ടോയിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റുന്നില്ല. ഇപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കുന്നില്ല. പോർട്ടിനുള്ളിൽ നിന്നപ്പോൾ കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്യുന്നത് കണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പുറത്തിറങ്ങിയതാണ്. യാർഡ് ക്രെയിനുകൾ യാർഡിൽ കണ്ടെയ്നറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കിയിരിക്കുന്നത് കാണാം. ഷിപ്പ് ടു ഷോർ ക്രെയിനുകളിൽ നിന്നും 5-ാമത്തെ നിരയായ ഇ ആണ് ഇത്. റോഡിൽ നിന്നും പോർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നവ. ഷിപ്പ് ടു ഷോർ ക്രെയിനിൻ്റെ ബോ.
ഷിപ്പ് ടു ഷോർ ക്രെയിനിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗം. മുകളിലേക്ക് കയറുന്നതിനുള്ള പടികൾ. ക്രെയിനുകളെ നിയന്ത്രിക്കുന്നത് ഈ ക്യാബിനുകളിൽ ഇരുന്നാവും. സെമി ഓട്ടോമാറ്റിക്കാണ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളെല്ലാം. യാർഡ് ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ദൂരെ നിന്നും നിയന്ത്രിക്കാം. ബോവുകൾ ഉയർത്തി വച്ചിരിക്കുന്നു. നിലവിൽ ഏഷ്യയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രെയിനുകളാണിവ. യാർഡ് ക്രെയിനിൻ്റെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കണ്ടോ? ഇതിന് താഴെയാണ് കണ്ടെയ്നറുമായോ അല്ലെങ്കിൽ കണ്ടെയ്നർ എടുക്കാനോ വരുന്ന ട്രക്ക് വന്നു നിൽക്കുന്നത്. ക്രെയിനിൻ്റെ സ്പ്രെഡർ ഈ ഭാഗത്ത് വരും. താഴെ നിൽക്കുന്ന ട്രക്കിലേക്ക് കണ്ടെയ്നർ വയ്ക്കുകയോ അല്ലെങ്കിൽ ട്രക്കിൽ നിന്നും കണ്ടെയ്നർ ഉയർത്തുകയോ ചെയ്യും. യാർഡ് ക്രെയിനിൻ്റെ ഉൾവശം യാർഡിനെ കവർ ചെയ്താണ് നിൽക്കുന്നത്. അവിടെയാണ് കണ്ടെയ്നറുകൾ സ്റ്റാക്കപ്പ് ചെയ്യുന്നത്. രണ്ട് നിരയിലെയും യാർഡ് ക്രെയിനുകളുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം അടുത്തടുത്തായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ട്രക്കുകൾക്ക് അതിന് താഴെ വന്ന് നിൽക്കാൻ സൗകര്യമുണ്ട്. യാർഡ് ക്രെയിനുകൾക്കുള്ളിൽ കണ്ടെയ്നറുകൾ അടുക്കി വച്ചിരിക്കുന്നു. പുലിമുട്ടിലേക്ക് ടിപ്പറുകൾ പ്രവേശിക്കുന്ന ഭാഗം. ബാർജുകളിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കയറ്റുന്ന ലോഡിംഗ് പോയിന്റ്. ആഴിമല ക്ഷേത്രത്തിന് സമീപമുള്ള പാറകളിൽ നിന്നുള്ള തുറമുഖത്തിൻ്റെ ദൃശ്യം. ക്രെയിനുകൾക്കിടയിൽ സാൻ ഫെർണാണ്ടോ ഉണ്ട്. ടഗ്ഗും പൈലറ്റ് ബോട്ടും. ഇവിടെ നിന്നുള്ള കടലിൻ്റെ ദൃശ്യം. സമീപ പ്രദേശത്തെ തെങ്ങിൻ തോപ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. ആ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ പുറകെ വരുന്നുണ്ട്. നമുക്കൊരു ദൃശ്യം കാണാം. കടലിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ചെറിയ തടിപ്പ് പോലൊരു ദൃശ്യം കാണാം. പുറംകടലിൽ കൂടി പോകുന്ന ഒരു കപ്പലാണ് SSL ഭാരത് എന്ന കണ്ടെയ്നർ ഷിപ്പ്. മുംബൈയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് പോകുകയാണ്. ഇന്ത്യൻ കപ്പലായതുകൊണ്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും അല്പം തീരത്തോട് ചേർന്ന് പോകുന്നതായിരിക്കും. എങ്കിലും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് തൊട്ടടുത്താണ്. ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റുന്ന ദൂരത്ത്. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാൽ കടലിലൂടെ പോകുന്ന ധാരാളം കപ്പലുകളെ കാണാമായിരുന്നു. അതായത് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിലൂടെ പോകുന്ന കപ്പലുകൾ. അത്രയ്ക്കും അടുത്താണ് വിഴിഞ്ഞം തുറമുഖവും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടും.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മനോഹരമായ കുന്നുകളും തെങ്ങിൻ തോപ്പുകളും ഉൾപ്പെടുത്തിയുള്ള ടൂറിസം സാധ്യതകളെ പറ്റി ഒന്ന് നോക്കാം. ആദ്യം എൻ്റെ സുഹൃത്തും വിഴിഞ്ഞത്തിനടുത്ത് പൂവാർ സ്വദേശിയുമായ കുമാർ സാർ. അദ്ദേഹം ഒരു +2 ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. അദ്ദേഹം ഈ പരിസരവാസിയായതിനാൽ എന്നേക്കാൾ ഈ പ്രദേശത്തെപ്പറ്റി അറിയാവുന്ന ആളാണ്. ഇന്റർനാഷണൽ കപ്പൽശാലയ്ക്ക് വന്ന സ്ഥിതിക്ക് ഇവിടെ ഈ ഒരുപാട് വിനോദസഞ്ചാരികളും ക്രൂയിസ് ഷിപ്പുകളും കച്ചവട ഷിപ്പുകളും വരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കച്ചവട പ്രാധാന്യം കൂടെ നമ്മുടെ ഈ നമ്മുടെ സ്റ്റേറ്റിന് വരുമാനം കിട്ടുന്ന രീതിയിൽ ഈ ആഴിമല ടെമ്പിൾ മുതൽ ഈ ഷോറിലൂടെ ഒരു വാക്ക് വേ ഏതാണ്ട് സേഫ്റ്റിയെ ബാധിക്കാതെ, ഈ ബോട്ടിൻ്റെ സേഫ്റ്റിയെ ബാധിക്കാതെ ഒരു സ്ഥലത്ത് ഒരു എൻട്രി തിരിച്ചിട്ട് കൊടുത്ത് ഒരു 10 രൂപ ഒരാളുടെ നിന്ന് വാക്ക് വേ ഉണ്ടാക്കിയാൽ എത്രയേറെ ബെനിഫിറ്റും റവന്യൂ ഗവൺമെൻറ് കിട്ടും. അതൊന്ന് ചിന്തിക്കാം. മാത്രമല്ല ബൊള്ളാട്ടുള്ളിൽ അവിടെ നിന്ന് കോവളം ലൈറ്റ് ഹൗസിൻ്റെ തീരം വരെ അവിടെയും ഒരു വാക്ക് വേ ചെയ്താൽ ഒരു നല്ലൊരു റവന്യൂ കിട്ടില്ലേ? അത് ഇത്തരം ഭാവനാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ ഒരു കച്ചവട പ്രാധാന്യം പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നില്ലേ? കപ്പൽ ഇപ്പോൾ തുറമുഖത്തിൻ്റെ പുലിമുട്ടിൻ്റെ ഭാഗം കടന്നു. ശ്രേയസ് എന്നാണ് കപ്പലിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത്. എത്ര മനോഹരമായ ദൃശ്യം! പിന്നിൽ തുറമുഖത്തിൻ്റെ പുലിമുട്ട്. ഖേദകരമായ കാര്യം, തുറമുഖത്തിൻ്റെ 3ാമത്തെ ഫേസ് പൂർത്തിയാകുമ്പോൾ പുലിമുട്ടിൻ്റെ നീളം ഇനിയും കൂടും. അപ്പോൾ ഈ തിരമാലകളെല്ലാം നിൽക്കും. പുലിമുട്ട് ഈ പ്രദേശത്തേക്ക് നീണ്ടുവരും. എങ്കിലും നാടിൻ്റെ വികസനത്തിനു വേണ്ടി നാം വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ. പുറംകടലിലൂടെ പോകുന്ന കപ്പലിനെ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കാം. ശ്രേയസ് എന്നെഴുതിയിരിക്കുന്നത് വ്യക്തമായി കാണാം. ഇന്ന് രാത്രിയോടുകൂടി ഈ കപ്പൽ തൂത്തുക്കുടിയിലെത്തും. ഈ മനോഹരമായ സ്ഥലത്തെപ്പറ്റി എനിക്കും ഒരഭിപ്രായം പറയാനുണ്ട്. ഇവിടെ എല്ലാ പാറകളിലും അപകടസൂചകമായ വാണിംഗ് ബോർഡുണ്ട്, ഇറങ്ങരുത് എന്ന്. പാറക്കെട്ടിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളിൽപ്പെട്ട് ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞുപോയിട്ടുണ്ട്. ഈ മനോഹര തീരം മനുഷ്യവാസമുള്ള നാട്ടിൽ തന്നെയാണ്, കാട്ടിലല്ല. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം. ഇത്രയും മനോഹരമായ നമ്മുടെ നാട്ടിലുള്ള സ്ഥലം ആളുകൾക്ക് സുരക്ഷിതമായി പോകാൻ പറ്റുന്നിടമാകണം. പാറക്കെട്ടുകൾ തുരന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ കൊറോഷൻ ഉണ്ടാകാത്ത മെറ്റീരിയൽസ് കൊണ്ടുള്ള കൈവരി സ്ഥാപിച്ച് സുരക്ഷിതമാക്കണം. അപ്രതീക്ഷിതമായി ആഞ്ഞടിക്കുന്ന തിരമാലകളിൽപ്പെട്ട് ഇനിയും ജീവനുകൾ പൊലിയരുത്. ഇന്നലെ 15/7/2024 രാവിലെ പത്രങ്ങളിൽ 2 ദാരുണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇവിടുത്തെ പാറക്കെട്ടിൽ നിന്ന് വീണ് ഒരാൾ മരിച്ചു. ഫാമിലിയുമായാണ് വന്നത്. സുന്ദര തീരമാണെങ്കിലും കടലിന് അതിഭയങ്കര താഴ്ചയാണ്. അപ്രതീക്ഷിതമായ തിരമാലകളിൽപ്പെട്ട് കടലിൽ വീണാൽ രക്ഷപ്പെടൽ അസാധ്യമാണ്. ഈ സ്വാഭാവിക താഴ്ചയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകത. ഈ പാറക്കെട്ടുകളിൽ തീർച്ചയായും സുരക്ഷാ സംവിധാനം ഒരുക്കണം.
ആഴിമല ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പരമശിവന്റെ പ്രതിമയുടെ പിന്നിൽ നിന്നുള്ള ദൃശ്യം. പിന്നെ ഈ ഭാഗത്ത് കുറേയേറെ സ്ഥലവും കൂടി തുറമുഖത്തിൻ്റെ ഫേസ് 2-നും ഫേസ് 3-ക്കും വേണ്ടി അക്വയർ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി പുറം കടലിലെ കപ്പലിനെ സൂം ചെയ്ത് നോക്കാം. സൂം ഡെസ്റ്റിനി എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ദൃശ്യം. തിരികെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ട ദൃശ്യം. ആ ട്രക്കിൽ ഇരിക്കുന്നത് തുറമുഖത്ത് കണ്ടെയ്നറുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കുന്നതിനുള്ള ട്രെയിലർ ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമുകളാണ്. 2 എണ്ണമുണ്ട്. കർണാടകത്തിലെ സാട്രാക്ക് എന്ന കമ്പനിയാണ് നിർമ്മിച്ചത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സാൻ ഫെർണാണ്ടോയുടെ മടക്കവും മാരിൻ അസൂറിൻ്റെ വരവിനെ പറ്റിയുമുള്ള വിശദമായ വീഡിയോയുമായി ഞാൻ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സന്ദർശിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.